ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾ പുലാവിന്റെ റെസിപ്പി നോക്കാവേ. നമ്മുടെ കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയും കൂടിയാണ്. മാത്രമല്ല ഇതിന്റെ സൈഡായിട്ട് തൈര് സലാഡോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമുക്കപ്പോൾ ആദ്യം തന്നെ ബസ്മതി അരി ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി അരിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ 2-3 തവണ കഴുകി ഒരു അരമണിക്കൂറെങ്കിലും ശരിക്കും വെള്ളത്തിൽ ഒന്നുകൂടി കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെയും ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടത് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിലും കൂടുതൽ സമയമൊന്നും വേണ്ട, അത്രയും മാത്രം മതിയാവും. അപ്പൊ അതെവിടെ നിന്ന് ഒന്നുകിൽ സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. ഇതേപോലെ വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാനൊക്കെ എളുപ്പം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വേറെ ഏത് റിഫൈൻഡ് ഓയിൽ എടുത്താലും കുഴപ്പമുണ്ടാവില്ല. പാം ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നെയ്യും അതേപോലെ തന്നെ ഓയിലും നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ബാക്കി സ്പൈസസ് ഒക്കെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, തക്കോലം അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ബിരിയാണി ഇലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇത്രയും മാത്രം മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായിട്ട് വരുമ്പോഴാണ് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള, ഒരുപാട് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം ചേർത്താൽ മതി. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്നുകൂടി പച്ചമണം മാറി ശരിക്കും സവാളയിലേക്കൊക്കെ ചൂട് കയറി ഒന്നുകൂടെ വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇതിപ്പോ പതുക്കെ ഒന്നുകൂടെ വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കാവേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഒരുപാട് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കേണ്ട, ഒരേ 1 ടീസ്പൂൺ അത്ര മാത്രം മതിയാവും. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഒരു 10-15 നമ്മുടെ കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കാഷ്നട്ടും കൂടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 10 എണ്ണവും അതേപോലെ തന്നെ ക്യാരറ്റ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കോളിഫ്ലവർ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് 3ഉം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി ശരിക്കും നമ്മുടെ വെജിറ്റബിൾസിലേക്കും കൂടി ചൂട് കയറി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ഇതേപോലെ ഊറ്റി വെച്ചിരിക്കുന്ന അരി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തെ പാടെ ചേർത്ത് കൊടുക്കരുതേ. അതിനുശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ആയിട്ട് ശരിക്കും ഒന്നുകൂടെ മിക്സ് ആക്കി അരിയിലേക്കും കൂടി നല്ലോണം തന്നെ ഒന്നുകൂടി ചൂട് കയറി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അരിയും ഇതേപോലെ തന്നെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പം നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അരിയിലേക്ക് നല്ലോണം തന്നെ ഒന്നുകൂടെ എത്തിക്കോളൂ. ശരിക്കും ഒന്നുകൂടി ചൂടായി വരട്ടെ. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഒരു മീഡിയത്തിൽ മാത്രമാട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ അരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 1.5 കപ്പ് അരിക്ക് അതിന്റെ ഇരട്ടി വെള്ളം 3 കപ്പ് ആ ഒരു കണക്കിന് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം തന്നെയാണ് നമ്മൾ 3 കപ്പ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ശരിക്കും ഒന്നുകൂടി തിളച്ച് വരുന്നവരെ ഇതേപോലെ തുറന്ന് വെക്കുക. നന്നായിട്ട് തന്നെ ഒന്നുകൂടി തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ച് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുത്താൽ മതി കേട്ടോ. ശരിക്കും വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഇതേപോലെ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മൂടി വെച്ച് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ റൈസ് കുറച്ചും കൂടി ഒന്നും കൂടി വെന്ത് വരാനുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേപോലെ 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം വിട്ടുപോകരുത്. ഒരുപാട് തവണ ഇളക്കുകയൊന്നും വേണ്ട, 1-2 തവണ അത്രമാത്രം മതി. വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് തന്നെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും. കണ്ടോ, ഒരു ചോറും മറ്റൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. നെയ്യുടെ ടേസ്റ്റൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. റൈസൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ചൂടായി വന്നതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുത്താൽ മാത്രം മതി. ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോവാതെ നല്ലതാ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ സൈഡായിട്ട് നമ്മുടെ തൈര് സലാഡോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ പനീർ കറിയോ ചില്ലി ചിക്കനോ എന്താണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ കുട്ടീസിൻ്റെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനായിട്ട് ഏറ്റവും നല്ല റൈസ് തന്നെയാണ്. മിസ് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയാൻ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി സേഫായിട്ടിരിക്കുക. ബൈ.